കണ്ണാടി കവിളാണല്ലോ എൻ്റെ ഉടയോനേ, മനമെന്തോ പറയാനേ. അല്ലിപ്പൂവേ ചെന്താമരപ്പൂ തിരിയത് മൊഴിയത്. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. ഗൈസ് മൈക്കൊക്കെ ഓൺ തന്നെയാണ്. അവിടെ വെച്ചാൽ മതി. അതായത് ഗൈസ്, പണപ്പെട്ടി എടുത്തിട്ട് പോക്കാണ് ഇന്നത്തെ പണി. ഇതേനെ പണപ്പെട്ടി 2 പെട്ടി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതാണ് 2 പണപ്പെട്ടി. സിനുവിൻ്റെ 2 കൊല്ലത്തെ സമ്പാദ്യമാണ് ഈ പണപ്പെട്ടിയിലിരിക്കുന്നതും ഈ പണപ്പെട്ടിയിലിരിക്കുന്നതും. ഇതിൽ കാണല്ല. ഓക്കെ, അപ്പോൾ പണപ്പെട്ടി എടുത്ത് മണ്ടലാണ്. നിങ്ങളിങ്ങനെ പണപ്പെട്ടി സ്വരൂപിച്ചിരുന്നോ? അത് നിങ്ങളിങ്ങനെ പണപ്പെട്ടിയിൽ ഇടൂല. നിങ്ങൾ ഇടുന്നത് അരിയും പാത്രത്തിലും ബക്കറ്റിലും. പക്ഷെ അതൊക്കെ ഞാൻ എടുത്ത് പോയിരുന്നു. സ്വരും കൂട്ടി വെച്ചിട്ടുള്ളത്. ഞാൻ കുറേ ദിവസം അത് എടുക്കാൻ വേണ്ടി ഇങ്ങനെ നിന്നു. പിന്നെ പാവല്ലേ, പിന്നെ ഇതിൽ ഒരു 3/4 ഭാഗം എൻ്റെ പൈസ തന്നെയാണെന്നുള്ളൊരു എന്തല്ലാന്ന്. ഇതിൽ എത്ര കൊല്ലത്തെ പൈസ ഉണ്ട്? 1.5 കൊല്ലം 2 കൊല്ലത്തെ പൈസ എന്തായാലും ഉണ്ടാവും. പൂത്ത് പോയിട്ടുണ്ടാവുമോ? 1000 ഉറുപ്പിൻ്റെ പണ്ടത്തെ നോട്ടുണ്ടോ? എന്നാൽ അതൊക്കെ ഉണ്ടെങ്കിൽ ഉമ്മാക്ക് കൊടുത്തോ ഗൈസ്. അപ്പോൾ സിനുവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാധനം പൊട്ടിച്ചിട്ട് ഇതിൽ എത്ര ഉറുപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പൈസയും കൊണ്ട് 2 മക്കൾക്കും ജ്വല്ലറി വാങ്ങാനാണ് അല്ലേ. സ്വർണം വാങ്ങാൻ ഈ കുപ്പി പോരാ, വേറെ വലിയ കുപ്പി വേണം. അതുകൊണ്ട് 2 മക്കൾക്കും ജ്വല്ലറി വാങ്ങാൻ വേണ്ടിയിട്ട് കൂട്ടി വെച്ച പൈസയാണെന്ന് എൻ്റെ ഒരു ഇടങ്ങേറിന് ചോദിച്ചിട്ട് പോലും ഓളിത് പൊട്ടിക്കാത്ത ഒരാളായിരുന്നു. ഇടങ്ങേറല്ല, എനിക്കിത് ഇടങ്ങേറുണ്ടായിട്ട് പൊട്ടിക്കാനല്ല. ഇത് എനിക്ക് എനിക്ക് ഇങ്ങനത്തെ പെട്ടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ ആ സാധനം വാങ്ങിയേക്കാം. ഇന്നലെ വാങ്ങിയ മൈക്കാണ്. 10,000 ഉറുപ്പിയാണ് അതിൻ്റെ വില. ഒരു സാധനം ഇവിടെ വാങ്ങാൻ പറ്റില്ല, എല്ലാം പൊട്ടിക്കോ. അതൊക്കെ അത് വേണ്ട, അത് കൊടുത്തോ. അതുകൊണ്ട് കളിച്ചെൻ്റെ കുട്ടിട്ടോ. അതുകൊണ്ട് അതിന് തിന്നാനല്ല ഞാൻ പറഞ്ഞത് അലേഹാതെ. അന്നല്ലേ ഉറക്കിയത്, എന്താ ഉറങ്ങാത്ത? ഇത് കീറാണ് ഫുള്ളാക്കിയോണ്ട് പൈസ കീറുമോന്നൊരു പേടി എനിക്കുണ്ട്. കത്തിനെ കുറിച്ച് ഞാൻ ഇവിടെ ഉപമിക്കുന്നില്ല. ഫൈനലി ഫുള്ള് ചില്ലറ പൈസ ആണല്ലോ റബ്ബേ. ആർക്കാണ് എണ്ണ വയ്ക്കുക? വരി നന്നായിട്ട് എണ്ണ വയ്ക്കുന്ന ആൾക്കാർ വരി. എന്നാ എണ്ണി ഇങ്ങോട്ട് വാ. അതിനെടുത്തോളി. എന്നാ ചില്ലറ പൈസ ഒരാളുണ്ട്, ഞൂട്ട് ഒരാളുണ്ട്. അതൊക്കെ അതും കൂടി പൊട്ടിക്കാം. ഇപ്പം ഒരുമിച്ചുണ്ട് എണ്ണ. ഇങ്ങനെ ഗൈസ്, ഒരു പെട്ടിയിൽ 500 നോട്ടൊക്കെ ഇട്ടിക്കണം. അപ്പം മിക്കവാറും ഇതിൻ്റെ തന്നെയാണ് ഗൈസ്. വെള്ളി വാങ്ങാൻ പറ്റുമോ, സ്വർണം വാങ്ങാൻ പറ്റുമോ? നീ പൈസ കണ്ടിട്ട് ദയവ് ചെയ്തിട്ട് വൈകുന്നേരത്തെ ആരും എന്നെ കോള് വിളിക്കരുത്. ഫുൾ 500 ആടിപൊളേ. ഗൈസ്, ഇത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കല്ല പൈസ ഉണ്ടാക്കിയ ഇട്ടതല്ല. ഇതൊക്കെ ഓള് സ്വരും കൂട്ടി വെച്ച പൈസയാണ്. ഓക്കെ, ആ പെരേന്ന് ഇങ്ങോട്ട് കൊടുന്നിക്കണേ അല്ലേ. ഞാൻ എന്നാ ഗൈസ്, പൈസ എണ്ണാൻ വേണ്ടി പോകണം. ആദ്യമായിട്ടാണ് ഇത്രയും പൈസ ഞാൻ ഒരുമിച്ച് എണ്ണുന്നത്. ആദ്യം 500കൾ മാത്രം ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. പണ്ട് ഈ അണ്ടി പെറുക്കാൻ പോകുമ്പോഴും നമുക്കറിയാം അതിൽ എത്ര അണ്ടി ഉണ്ട്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് നമ്മൾ എണ്ണ കൂടി വെച്ചിട്ട് അങ്ങനെ അല്ലേ. അത് ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? പണ്ട് അണ്ടി പെറുക്കുക, അതേമാതിരി ഞാൻ മാത്രമല്ല ഒട്ടുമിക്ക ആൾക്കാരൊക്കെ പണ്ട് ഈ കശുവണ്ടി പെറുക്കിയിട്ട് വിറ്റ്, അതേമാതിരി കുറുന്തോട്ടി പെറുക്കി വിറ്റ ആൾക്കാരൊക്കെ തന്നെ ആവും ഇതിൽ വീഡിയോ കാണുന്നവർ. പിന്നെ വാപ്പാൻ്റെ കായ് കൊണ്ട് ജീവിച്ച ആൾക്കാർക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലേ. കുറുന്തോട്ടി പറിച്ചാൻ പോകും. പണ്ട് കുറുന്തോട്ടി പറിച്ചാൻ പോയിട്ട് വിറ്റില്ലേ.
പൈസ ഒരുപാട് ഉണ്ട് കേട്ടോ. ഒരു 2 പവൻ വാങ്ങാനുള്ള പൈസ ഉണ്ടോ അതില്? ഞാനൊരു പണി ചെയ്യട്ടെ, ഈ 500 നോട്ട് മാത്രം ഞാൻ എടുക്കാം. ഈ 50 നോട്ടൊക്കെ സക്കാത്തിന്. ആ ആ 500 കഴിഞ്ഞിക്കണ്. അത് 500 ചുരുണ്ട് കിടക്കുമ്പോ 500ഒക്കെ ചുരുട്ടിട്ട് തന്നെയാണ്. ഈ പൈസ കൊറേ ഇരുന്ന് കഴിഞ്ഞാൽ നാശാവൂലേ? ഇതില് നമുക്കൊരു കാര്യം മനസ്സിലാക്കാനുള്ള എന്താണെന്നറിയോ? പൂത്ത പൈസ ഉണ്ടാവും അറിയില്ല ആൾക്കാര്. പൂത്ത പൈസ ഉണ്ട്. അങ്ങനെയല്ല, ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഉണ്ടിയപ്പാനി ഇത്രയും പൈസ ഇതിലുണ്ട്. ഇതാണ് ആവശ്യമുള്ള ടൈമിലൊന്നും ഇത് എന്താക്കണില്ല, ഇത് പൊട്ടിച്ചിട്ട് ഇത് ഉപയോഗിക്കണില്ല. ആവശ്യമുള്ള ടൈമിൽ ഇത് പൊട്ടിച്ച് ഉപയോഗിക്കണില്ല. നാളെ മേലെ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോവാണെങ്കിൽ ആരത് ഉപയോഗിക്കാം? എന്ത് ഭൂമിന്ന് പോകല്ല, വെള്ളപ്പൊക്കം വന്നെന്താട്ടുക? വെള്ളപ്പൊക്കല്ല ഞാൻ ഉദ്ദേശിച്ച. ഇത് മനസ്സിലായില്ലല്ലോ. നമ്മൾ ജീവിക്കേണ്ട ടൈമിൽ കുറേ ഉണ്ടാക്കി വെച്ചിട്ടൊന്നും കാര്യമില്ല മക്കളെ. ആ പൈസയും കൊണ്ട് അന്നത്തെ കാര്യം ആഗ്രഹങ്ങൾ അവിടെ വെച്ചിങ്ങാണ്ട് പൈസ ഒരുങ്ങി കൂട്ടി വെച്ചിട്ട് ഒരു കാര്യമല്ല. നമ്മൾ ആഗ്രഹങ്ങൾ നടത്താൻ പൈസ മനസ്സിലായില്ലേ? വെറുതെ കുറെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാനവിടെ ബാങ്കിലിട്ട് വെച്ചിക്കണേ. ഞാൻ ബാങ്കിലൊന്നും പൈസ ഇട്ട് വെച്ചിട്ടില്ല. നമ്മുടെ മക്കൾക്കൊക്കെ മക്കൾ ഉണ്ടാക്കുക. നിങ്ങൾ എനിക്ക് എന്താ ഉണ്ടാക്കി? നമ്മളെ മക്കൾക്ക് വെച്ചിട്ട് എന്താ ഉണ്ടാക്കി പറയും. അപ്പൊ അതൊക്കെ മതി. അപ്പൊ ഇങ്ങക്ക് ആ ചിന്ത ഉണ്ട്, എനിക്ക് അങ്ങനെ ചിന്തിച്ചൂടാ. അമ്പടി തുമ്പടി അപ്പൊ അതേമാതിരി ഇതിറ്റൊക്കെ വലുതായിട്ട് ഉണ്ടായിക്കോട്ടെ. വ്യാപാര മുതൽ കണ്ടിട്ടാണ് മക്കൾ ഉണ്ടാക്കേണ്ടത്. അവനെ അധ്വാനിച്ച് പണിയെടുത്ത് ഉണ്ടാക്കുക. എന്താ 50 അവിടെ വെച്ച് കഴിച്ചു. ഇനി നമുക്ക് ഇതിൽ വലിയ നോട്ട് 20 ആ 10 നേരെ മടക്കി വെച്ചാണ്. കൊറേ പൈസ ഉണ്ട് കേട്ടോ. എന്നാ കേക്കണോ? ഇല്ല, അത് ഒരുമിച്ചൊരു എണ്ണല് ഉമ്മ എണ്ണിക്കോളും. എന്തേ ഇത് കണ്ടിട്ട് വൈകുന്നേരത്ത് എന്നോട് ആരും സഹായം ചോദിച്ചു കൊടുക്കരുത്. ഇതിൻ്റെ പൈസ അല്ല, ഓളോട് ചോദിച്ചോളി. കാരണം ഞാൻ എന്തെങ്കിലും വീട്ടിട്ട് എനിക്ക് എല്ലാവരും സിറ്റുവേഷൻ കണ്ടിട്ടാണ്. ഞാൻ പൂത്ത മണക്കാരനൊന്നും അല്ല. ഞാൻ അന്നന്ന് എനിക്ക് കെട്ടുന്നത് നടന്നു പോണു. പിന്നെ എടുത്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെ ഉണ്ടാവും. നമ്മളിവിടെ ആരും പൈസ സേവ് ചെയ്ത് എടുത്തു വെക്കണില്ല. ഉള്ളത് എന്താണ് ഓരോന്ന് ചെയ്ത് ആക്കുമ്പോൾ ആൾക്കാരെ കണ്ണിൽ എൻ്റെ കയ്യിൽ പൈസ ഉണ്ട് എന്നാണ്. നമുക്ക് കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ ചിലവാക്കുകയാണ്. സേവിങ്സ് ആയിട്ട് ഒരു കാര്യം ചിലവാകും. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ പൈസ ഒക്കെ വേറെ തിരിച്ചു വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ചെറിയ പൈസ മുതൽ തുടങ്ങാം. 50 പൈസ 1 രൂപ ഇവിടെ ഉണ്ട്. ഇത് എത്രയെന്നുള്ളത് എണ്ണിയിട്ടില്ല. ഇവിടെ 5 രൂപ, ഇവിടെ 2 രൂപ, ഇവിടെ 10 രൂപ, ഇവിടെ 20 രൂപ. ഇതെല്ലാം ചില്ലറ പൈസ, അതായത് കോയിനുകളാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ 10 രൂപൻ്റെ നോട്ടുണ്ട്, 20 രൂപൻ്റെ നോട്ടുണ്ട്, 50 രൂപൻ്റെ നോട്ടുണ്ട്, 100 രൂപൻ്റെ 200 രൂപൻ്റെ നോട്ടുണ്ട്. ഫൈനലി അതിൻ്റെ 500 രൂപൻ്റെ നോട്ടും ഇവിടെ ഉണ്ട് ഗായ്സ്. അപ്പോൾ എന്തായാലും ഇനി ഞാൻ ഗസ് ചെയ്യാൻ പോവാണ്. നിങ്ങളിതിൽ എത്ര രൂപ ഉണ്ടാവും? നിങ്ങള് കൂട്ടിയോ? ആ, നിങ്ങൾ 12,000. സീനു എത്ര ഉണ്ടാവും? 10ന്റെ മുകളിൽ കറക്റ്റ് ഒരു എമൗണ്ട് പറയും. 11. ഉമ്മ 12,000 പറഞ്ഞു, സീനു 11,000 പറഞ്ഞു. ഇതിൻ്റെ ഒരു ഏകദേശം ഒരു കണക്ക് പ്രകാരം ഒരു 15. ഇൻഷാല്ലാ. അപ്പം ഞങ്ങൾ എണ്ണാൻ വേണ്ടി പോവാണ്. അത് വാട്സപ്പിൽ നോട്ട് ചെയ്ത് വെച്ചോളി. ആദ്യം ഏതാ എണ്ണണ്ട്? ആദ്യം നമുക്ക് എന്താക്കാന്നറിയാം, ഈ ചില്ലറ പൈസ എണ്ണി കഴിഞ്ഞാൽ റെഡിയായി. 51.5 ഏകദേശം 255 രൂപ 5 രൂപയിലുണ്ട്. 18, 19, 20, 21. അപ്പോൾ 210. 2, 3 വേണ്ട, 1, 2 വേണ്ട. 1, 2, 3, 4, 5, 6, 7. ഇത് കൂട്ടേണ്ടി ആയിരുന്നു തോന്നുന്നത്. 400. ഓക്കെ, ഇനി നമുക്ക് 20 എണ്ണം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10,
11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49. 49 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് 255, ഓക്കെ, 255 പ്ലസ് 210 പ്ലസ് 48 പ്ലസ് 108 പ്ലസ് 400 പ്ലസ് 980 പ്ലസ് 1150 പ്ലസ് 2100 പ്ലസ് 8000 പ്ലസ് കൂട്ടട്ടെ. നിങ്ങൾ എത്ര ആണ്? ഞാൻ 12. 12. ഈ എത്രയാണ്? ഞാൻ എത്രയാണ്? എല്ലാവരും കണക്കും തെറ്റിക്കണേ. 13,251 രൂപ സിനു 2 കൊല്ലം കൊണ്ട് ഉണ്ടിയാപ്പാനിയിലിട്ട പൈസയാണ് കാശ്. കുറ്റിയിലിട്ട പൈസ 13,251 രൂപ. ഞാൻ പറഞ്ഞേക്ക് ആ എനിക്ക് 1700 ആ ലെവല് കുറഞ്ഞു. അണക്കാണ് ഏറ്റവും ഇതായിരിക്കുന്നത്. ഓക്കെ, അപ്പം എന്തായാലും 13,251.50 ഇത് കൂട്ടിയിട്ടില്ല. ഓക്കെ, അപ്പം എന്തായാലും ഇത്രയും പൈസയുടെ ആളാണ് സിനു. എന്നാ പോയിക്കോ കേട്ടോ. എണ്ണാൻ പറ്റ ഒരു കുഴക്കം അല്ലേ? സത്യം പറഞ്ഞാൽ ഈ ഒരു കൂട്ടിയെ വെച്ച പൈസ ഇങ്ങനെ എണ്ണ ഭയങ്കര ത്രില്ലാവൂലേ? സേഫ്റ്റിയാണ്. അപ്പം എന്തായാലും ഈ ചില്ലറ പൈസ ഞാൻ ഇവിടെ എന്താക്കും, ഇവിടെ വെക്കാട്ടോ. ഈ ആരെങ്കിലൊക്കെ വരുമ്പോൾ കൊടുക്കാനോ. ഇനിയിപ്പോൾ മക്കളൊക്കെ വലുതാവല്ലേ, സ്കൂൾക്കൊക്കെ ബസ്സിന് പൈസ കൊടുക്കണ്ടേ? ചില്ലറ പൈസ മാത്രം എണ്ണീട്ടാണ് ഗൂഗിൾ പേക്ക് ഇട്. ആ ഓക്കെ ഗായ്സ്, ഇതൊരു പണി. എൻ്റെ 13,000 റുപ്യ പോയിക്കോ. അപ്പം എന്തായാലും ഗായ്സ്, ഫൈനലി നമ്മളുടെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിരുന്നു. എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഫൈനലി നമുക്ക് ബിഗ് ബോസിലെ വിന്നർ പറഞ്ഞ മാതിരി നമുക്ക് കിട്ടിയത് 13,251 രൂപയാണ്. ഓളെ ഇത്രയും കാലത്തെ സമ്പാദ്യം അല്ലേ? അപ്പം ഇത്രയേ ഉള്ളൂ ഗായ്സ്, ബാക്കി നാളെ കാണാം.